ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് വയറും വിശന്നിട്ട് നമ്മുടെ വൈജ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മനു പറയാണ്, ഞാൻ പുറത്തിട്ടാണെങ്കിലും പോയി കഴിക്കും. ആൻറ്റി ഇപ്പം എന്താ ചെയ്യുക, ഇവിടെ മുത്തശ്ശിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, ഈ അമ്മ ഇതെവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാട്ടോ അവർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോട്ടയത്ത് എവിടെ പോയി എന്നാണല്ലോ ഇപ്പോൾ ഇവിടെ മനു പറഞ്ഞത്. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന്. എന്നാലും വൈജയ്ക്ക് സംശയം. പതിയെ വന്ന് ശിവേട്ടൻ്റെ മുറിയിലേക്ക് തുറന്നു നോക്കുമ്പോൾ ദേ കിടക്കുന്ന ഇവിടെ കമല. ആഹാ, കമലെടുത്തി ഇവിടെ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നടി. എന്തേ കമലെടുത്തി, രാവിലെ എന്തു പറ്റി? എനിക്കങ്ങ് വയ്യ കേട്ടോ, നടുവൊക്കെ നല്ല വേദന, ശരീരം മൊത്തം വേദനയാണ്. ഓ അത് ശരി, ഇന്നലെ വൈകിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് വൈജ ചോദിക്കുകയാണ്. അപ്പോൾ കമല പറയാം, ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ അതും വെച്ചും കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്, ഇവിടുത്തെ ജോലിയൊക്കെ. അത് ശരി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്നാ ചെയ്യും? എന്ത് ചെയ്യാനാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഒരു ദിവസം അങ്ങ് ഉപവസിക്കാം എന്ന് കമല പറയാം. അപ്പം തന്നെ കാര്യം പിടികിട്ടി നമ്മുടെ വൈജയ്ക്ക്, ഇത് അടവാണെന്നുള്ളത്. അപ്പോൾ വൈജ പറയണം, മനു ഉണ്ടല്ലോ അവിടെ, മനുവിന് ഭക്ഷണം കൊടുക്കണ്ടേ, അമ്മയ്ക്ക് കൊടുക്കണ്ടേ? ഓ മനു അവൻ വെളിയിൽ നിന്നെങ്ങാനും വാങ്ങിച്ച് കഴിച്ചോളൂ, അമ്മയ്ക്ക് വേണമെങ്കിൽ അവിടെ റസ്കോ ബ്രെഡൊക്കെ ഉണ്ട്, ഒരു കട്ടൻ കാപ്പിയുടെ ഇട്ട് കൊടുത്ത് അതങ്ങ് കഴിച്ചോളും. അത് ശരി. അപ്പോൾ കമലെടുത്തിക്ക് വേണ്ടേ? വേണ്ട, ഞാനങ്ങ് ഉപവസിച്ചോളാം, നീയും എൻ്റെ കൂടെ കൂടുന്നോ? അപ്പോൾ തന്നെ വൈജ പറയാം, ഒരു കാര്യം ചെയ്തോ, കമലെടുത്തി ഉപവസിച്ചോ, കുഴപ്പമില്ല, പക്ഷേ എനിക്കതിനും കഴിയില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് വൈജയ്ക്ക് കാര്യം പിടികിട്ടി ഇറങ്ങിപ്പോവാട്ടോ. തൊട്ട് പിറകെ ഇതേ വരുന്നുണ്ട് മനു വന്ന് അമ്മയുടെ അടവുകളെല്ലാം കണ്ടുപിടിച്ചു. ഓ ഇനി അമ്മേ, എനിക്ക് മനസ്സിലായി അമ്മ കള്ളം പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നതെന്ന് അല്ലേ. എന്തിനാ അമ്മേ ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മയും കൊണ്ട് നടക്കുന്നത്? എന്ത് കുശുമ്പ്? അല്ല, അമ്മയുടെ മനസ്സിൽ എനിക്ക് മനസ്സിലായി. ഓ ഇവൾക്കും കൂടെ എന്തിനാ ഞാൻ വേവിച്ച് കൊടുക്കുന്നത്, വേറെ ജോലിയും തൊഴിലും ഇല്ലേ എന്നൊക്കെ ആയിരിക്കും. ഷെടാ, നീ എങ്ങനെ കണ്ടുപിടിച്ചടാ എൻ്റെ മനസ്സിൽ? ഞാനത് തന്നെയാണ് വിചാരിച്ചത്. കൊള്ളാം, ഇങ്ങനെ കുശുമ്പം കൊണ്ട് നടക്കല്ലേ. എന്തായാലും ഇവിടെ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കണം, അതിൽ ഒരാൾക്ക് കൂടെ ഫുഡ് ഉണ്ടാക്കുന്നതിൽ എന്താ അമ്മയെ കുഴപ്പം പറ. അല്ലെങ്കിൽ തന്നെ ആൻറ്റിയുടെ അവസ്ഥ മനസ്സിലാക്കണം. എന്താ അവസ്ഥ? എടാ, ഞാൻ തന്നെയല്ലേ എന്നും ഈ വീട്ടിൽ ജോലി ചെയ്യണത്. ഇന്നൊരു ദിവസം ഞാൻ വയ്യാന്ന് പറഞ്ഞു, അപ്പോഴെന്താ അവൾക്ക് ജോലി ചെയ്തൂടെ ഇത്തിരി? അല്ലെങ്കിൽ കമലെടുത്തേക്ക് വയ്യല്ലോ, കിടന്നോ, ഞാൻ എന്തായാലും ഇന്നത്തെ ജോലി ചെയ്യാം എന്നൊരു വാക്ക് അവൾ പറഞ്ഞോ? ഇല്ലല്ലോ. അമ്മേ, അതിന് ആൻറ്റിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ലയെന്ന്. അമ്മ അടവാണെന്നോ മനസ്സിലായി. പിന്നെ എങ്ങനെയാ? ഓ പിന്നെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ആൻറ്റിയെ കുറ്റം പറയുന്നതിന് മുമ്പ് അവരുടെ മാനസികാവസ്ഥ. ഒന്നാമതൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് കാലും കൈയും നേരെ ചൊവ്വേ ശരിയായിട്ടില്ല, 2-3 മാസമായിട്ടേ ഉള്ളൂ. ഇപ്പോഴും വയ്യാന്ന് പറഞ്ഞ് നടക്കുന്നു. പിന്നെ ഭർത്താവിൻ്റെയും മക്കളുടെയും ഒക്കെ കാര്യങ്ങൾ എല്ലാവരെയും ഉപേക്ഷിച്ച് നിൽക്കുകയാണ്. ആര് പറഞ്ഞു ഉപേക്ഷിക്കാൻ? ആരെങ്കിലും പറഞ്ഞോ? സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ, അങ്ങനെയൊക്കെ വന്നു പെട്ടതല്ലേ. പിന്നെ വീട്ടിലൊരു ജോലിക്കാരിയായിട്ട് വന്നവളാണ് കുടുംബം ഭരിക്കണേന്ന് പറഞ്ഞ് അത് തലേ കിടന്ന് പുകയുന്നു. അങ്ങനെ ആകെ മെൻ്റൽ പ്രഷറായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയോട് ഇങ്ങനെയൊന്നും കാണിക്കരുത് അമ്മേ. എടാ നീ പോയേ, നിൻ്റെ പാടുവയ്ക്ക്. നീ എന്താ കഴിക്കുന്നത്? ഞാൻ എന്തെങ്കിലും കഴിച്ചോളാം. എന്തായാലും കൊള്ളാം അമ്മ, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനു നല്ല വഴക്കൊടുക്കണം കേട്ടോ. ബാലചന്ദ്രനാണെങ്കിൽ രാവിലെ തന്നെ നീലഗിരിക്ക് പോകാൻ വേണ്ടി എല്ലാ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങാം. അപ്പം പിള്ളേരാണെങ്കിൽ ഇവിടെ എല്ലാവരും റെഡി ആയിരിപ്പുണ്ട് കേട്ടോ. അച്ഛൻ ഇറങ്ങി വരികയാണ്. എല്ലാവരുമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അച്ഛമ്മനോട് പറയാണ്ട്, ശരി എന്നാൽ പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഇറങ്ങുകയാണ്. ഞാൻ ഇറങ്ങിയ ഉടനെ നിങ്ങളും ഇറങ്ങൂലേ? നിങ്ങൾ രേവതിയെ കാണാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞേ? അതെ, അച്ഛനെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. അതൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞാൽ പോരെ? എന്തായാലും 2-3 ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. മരുന്നൊക്കെ എടുത്തു വച്ചാൽ എന്ന് അലീന ചോദിക്കുക. എല്ലാം എടുത്തടി, പിന്നെ ഡ്രൈവ് ചെയ്യരുത് കേട്ടോ വച്ചാൽ. അതൊന്നും കുഴപ്പമില്ല, ഗോവർദ്ധനനുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ അവനെ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അലീന പറയാം, രോഹിത്തെ ഈ പെട്ടിയൊക്കെ എടുത്ത് അച്ഛൻ്റെ കാറിലേക്ക് വെച്ച് കൊടുക്ക്. അതൊന്നും എടുക്കണ്ട, അവിടെ വെച്ചേരെ. അത് കൊള്ളാമല്ലോ, എന്നെ നീ രോഗിയാക്കി ഓടി. എനിക്കൊരു പെട്ടി എടുക്കാനുള്ള ആരോഗ്യം കൊണ്ട് കേട്ടോ. മക്കളെല്ലാവരും കൂടെ കൊള്ളാമല്ലോ. അപ്പോൾ തന്നെ രോഹിത്ത് പറയാം, എന്നാൽ പിന്നെ അത് കൊള്ളാമല്ലോ, ഞാൻ പെട്ടി എടുത്തുകൊണ്ട് വച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് എടുത്തുകൊണ്ട് പോകാട്ടോ. ഇതാരാടി, ഇവൻ ഗുണ്ടയോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ നമ്മൾ ബാലചന്ദ്രൻ. അപ്പോഴാണ് കൃഷ്ണമോള് പറയാം, ഇത്രയും നാൾ വലിയ ഗുണ്ടയായിരുന്നു, ഇപ്പം മര്യാദരാമനായി പഠിച്ചു വരുന്നുണ്ട് എന്നും പറഞ്ഞ് കളിയാക്കാണ്. അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടു കൂടി ബാലചന്ദ്രനെ യാത്ര അയക്കുമ്പോൾ ബാലചന്ദ്രൻ അവസാനമായിട്ടൊരു കാര്യം പറയാം, എൻ്റെ മക്കളെ ഇന്ന് വരെ ഞാനോ വൈജയോ ഇല്ലാതെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല കേട്ടോ. നിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വിടുന്നത്, നീ നോക്കിക്കൊള്ളണം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിനക്ക് നല്ല ഉത്തരവാദിത്തം ഉണ്ട്. എന്നാലും അച്ഛൻ്റെ ഒരു കടമയല്ലേ, നല്ലപോലെ നോക്കിക്കൊള്ളണം അവരെ. പിന്നെന്താ, അച്ഛൻ അതൊന്നും കൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിട്ട് പോയിട്ട് വന്നാൽ മാത്രം മതി. പോകുന്ന കാര്യം നന്നായിട്ട് നടക്കട്ടെ. ശരി, അങ്ങനെ തന്നെ ആവട്ടെ. എന്നാൽ നിങ്ങളിപ്പോൾ ഇറങ്ങുവാണെങ്കിലേ ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് വിടാം. വേണ്ട ഞങ്ങൾ പിന്നീട് സമാധാനമായിട്ട് റെഡിയായി പൊക്കോളാം. ശരി, എന്നാൽ പൊക്കോ. അങ്ങനെ
ബാലചന്ദ്രൻ്റെ യാത്ര കേട്ടോ. ബാക്കി ഇവരെല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് അച്ഛൻ എങ്ങോട്ടാവും പോകുന്നത്. അലീന ചേച്ചിയോട് ഒന്നും പറഞ്ഞില്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല മോളെ, അത് രഹസ്യമാക്കി വെച്ചേക്കാം. എന്തോ അലീന ചേച്ചിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ആവാം, പക്ഷേ എനിക്ക് കൃത്യമായിട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ചേച്ചി ഇത് പോവേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ബബിത പറയാം. മോളെ, ഞാൻ പോയാലല്ലേ അമ്മ ഇങ്ങോട്ട് വരുള്ളൂ. ഓ അമ്മ, പിന്നെ ചേച്ചി പോയാലേ വരുള്ളൂ. എന്തൊക്കെ ഈ അമ്മ കാട്ടിക്കൊടുന്ന്. മതി, നമുക്കിനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട മോളെ, ഇവിടെ നിർത്താം. എന്തായാലും നമുക്ക് പോവേണ്ട കാര്യം. രേവതിക്കുട്ടിയെ പോണ്ടേ, ഇറങ്ങ്, എല്ലാവരും പെട്ടെന്ന് ഇറങ്ങിക്കോട്ടോ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ടെന്ന് പറയണം. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ അലീന മാമച്ചനെ അവിടെ വിളിക്കുകയാണ് കേട്ടോ. ഫോൺ എടുക്കുന്നത് മാമച്ചനങ്ങൾ വന്ന് ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ഗ്രേസ് മേരിയെ കൊണ്ട് കൊടുക്കുക. ഗ്രേസി, നിൻ്റെ ഫോണിൽ കുറേ നേരമുണ്ട് കോൾ വരുന്നു, നീ എടുക്കാതെ എന്താ? ഓ, ഇതാരാ വിളിച്ചത്? എനിക്ക് കാണാനും വയ്യല്ലോ, കണ്ണാടി ഇല്ലല്ലോ. അപ്പോൾ വീണ്ടും അടുത്ത കോൾ വരുന്ന നോക്കുമ്പോൾ അലീന കേട്ടോ. അങ്ങനെ അലീനയ്ക്ക് വിളിക്കാൻ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പറയാം, ആൻറ്റി 2 ദിവസത്തിനൊക്കെ നിങ്ങളുടെ ഗസ്റ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല മോളെ. അങ്ങനെയാണെങ്കിൽ ഞാനും ഇവിടെയുള്ള പിള്ളേരെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നോട്ടെ, 2 ദിവസം നിൽക്കാനാ. പിന്നെന്താ, ധൈര്യമായിട്ട് വന്നു മോളെ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളെല്ലാവരും കൂടെ വന്ന് 2 ദിവസം നിന്ന് അടിച്ച് പൊളിച്ചിട്ട് പോവാം. പിന്നെ രേവതിക്കുട്ടി എന്തേ? അവളിവിടെ ഉണ്ട്, അവളോട് ഞങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ ശരി, ഇന്ന് തന്നെ ഞങ്ങൾ പുറപ്പെടും കേട്ടോ. ഓക്കെ മോളെ എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ വെക്കാം കേട്ടോ. അമ്മച്ചനൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇവർ വരുന്നത് കൊണ്ട് തന്നെ. അങ്ങനെ നമ്മളെ ഗോവർദ്ധനെയും കൂട്ടി ബാലചന്ദ്രൻ പോവാണ്. പോകുന്ന വഴിക്ക് ഗോവർദ്ധനൻ ചോദിക്കുകയാണ്, 2-3 ദിവസത്തെ യാത്ര ഉണ്ടെന്ന് പറഞ്ഞു, എന്താ പ്രധാനപ്പെട്ട കാര്യം, എന്താണെന്നൊക്കെ ചോദിക്കുക. അപ്പോഴാണ് ബാലചന്ദ്രൻ പറയാണ്, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീ ഏറ്റവും വിശ്വസ്തനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ആരോടും ഒരു കാര്യം ഷെയർ ചെയ്യില്ലെന്നും അറിയാം. അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഈ ഒരു യാത്രയിൽ കൂട്ടിന് വിളിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുമായിരുന്നു. വേണമെങ്കിൽ വേറെ വല്ല ഡ്രൈവർമാരെയോ മറ്റുള്ളവരെയോ ഒന്നും വിളിക്കാൻ എന്താണെന്നറിയോ, എനിക്ക് അവരെ ഒന്നും വിശ്വാസമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിന്നോട് ഈ ഒരു യാത്രയുടെ കാര്യം, നമ്മൾ എവിടെയൊക്കെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെയൊക്കെ കണ്ടു, ഇതൊരിക്കലും ആരോട് നീ പറയരുത്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ആരറിയാനാ? ഞാൻ പറഞ്ഞിട്ട് ആരും അറിയില്ല ബാലേട്ടാ. എന്താ കാര്യം? എന്നാലും എനിക്ക് ബാലേട്ടനോട് ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. എന്താ പറഞ്ഞോ? അല്ല, ഈ അലീന അവൾ എന്തിനാ പെട്ടെന്ന് പോകണമെന്ന് വെച്ചത്? പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന അവൾ പറയണത്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകുന്നത് അവളുള്ളത് കൊണ്ടാണ്. പക്ഷേ അവൾ പറയണത് അവൾ പോയി കഴിഞ്ഞിട്ടാണ് ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാവുകയെന്ന്. പക്ഷേ അവൾക്കത് തെറ്റിപ്പോയി. അതെന്താ ബാലേട്ട അങ്ങനെ? അതേ, അവൾ പോയി കഴിയുമ്പോഴാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത്. അതാ ഞാൻ ചോദിച്ചത് എന്താന്ന്. അതൊക്കെ ഞാൻ വഴിയേ പറയാം. പിന്നെ ഇപ്പം തന്നെ ഒരു കുപ്പിയിലൊരു ഭൂതമുണ്ട്. ആ ഭൂതത്തിന് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ? അത് അലീനയ്ക്ക് അറിയില്ല. അലീനയുടെ വിചാരം അലീന പോയി കഴിഞ്ഞാൽ ഈ വീട് സമാധാനമാവുമെന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോവും എന്നാണ്. ഈ പ്രശ്നക്കാരാരാ? അത് പറഞ്ഞില്ലല്ലോ. വൈജ തന്നെ, അല്ലാതാരാണ്? 10-23 വർഷം കൊണ്ട് ഞാൻ സഹിച്ചതല്ലേ. ഇനിയും ഒരുപാടുണ്ട് ഗോവർദ്ധനോട് പതിയെ ഓരോന്നായിട്ട് പറയാൻ തുടങ്ങിയിട്ടോ. കാരണം സ്വന്തം ഭാര്യയ്ക്ക് മറ്റൊരാളിലൊരു കുട്ടിയുണ്ടെന്ന് എങ്ങനെയാണ് അളിയനോട് വെട്ടിത്തുറന്ന് പറയാൻ പറ്റുക? പതിയെ കാര്യങ്ങൾ അറിയട്ടെ എന്നുള്ള രീതിയിൽ കുഞ്ഞു സൂചനകൾ മാത്രമാണ് ബാലചന്ദ്രൻ ഗോവർദ്ധന് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഗോവർദ്ധനെയും കൂട്ടി നേരെ നീലഗിരിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവരങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കട്ടെ. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്